എന്നാ ഇന്നിച്ച് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ അസുഖമൊക്കെ കൂടത്തില്ലേ? മഴയും വരുന്നു. മക്കളെന്തി? അവരെന്ത് കൊണ്ട് അമ്മ കയറത്തില്ലേടേ? എന്താ മക്കളെ വീട്ടിൽ പോയി കിടക്കാത്ത എന്താ? ഏമ്മ വീട്ടിൽ കൊണ്ടുപോയിട്ടെ? ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഈ തണുപ്പല്ലേ, മണ്ണിനകത്ത് കിടന്നു കഴിഞ്ഞാൽ അസുഖം ഉണ്ടാകത്തില്ലേ? മക്കളെ വീട്ടിൽ കൊണ്ടുപോയിട്ടോ? മോൻ്റെ വീടാതാ. ഞാൻ പോയതാണ്. അതാ പറഞ്ഞാൽ ഇനി നമുക്ക് അപ്പുറത്ത് വീട്ടിൽ പോയി കിടക്കാം. വളരെ സങ്കടകരമായ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് വാർത്ത 24 കൊല്ലം ജില്ലയിലെ പട്ടാഴിപ്പടക്കേക്കലുള്ള നിരപ്പൂട് എന്ന കോളനിലേക്ക് കഴിഞ്ഞ രാത്രിയിൽ കടന്നു ചെന്നത്. മാതാപിതാ ഗുരുദൈവം എന്ന കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരത സംസ്കാരത്തെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന് കൊടുക്കുന്ന വില പോലും സ്വന്തം മാതാപിതാക്കൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ള ദയനീയ കാഴ്ചയാണ് കഴിഞ്ഞ രാത്രിയിൽ വാർത്ത 24-ന് കാണാനിടയായ. അത്തരം ദൃശ്യങ്ങളിലേക്ക് പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. സംഭവം ഈ അമ്മയ്ക്ക് കുറേ നാളുകൊണ്ട് സുഖമില്ലാത്ത ഒരാളാണ്. അത് എൻ്റെ ബന്ധു തന്നെയാണ്. ഇന്ന് ഒരു ഉച്ചയായപ്പോഴാണ് ഇവിടെ ഉച്ച കഴിഞ്ഞ് 2 മണിക്കകത്താണ് ഇവിടെ കയറി വരുന്നത്. വന്നു കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് ഇവർ 2 മക്കളുടെ വീട്. ഒരു മകൻ്റെ പേര്, മൂത്താളുടെ പേര് രവീന്ദ്രൻ, രണ്ടാമത്തെ മകൻ്റെ പേര് രാമേന്ദ്രൻ, മൂന്നാമത്തെ ഒരാൾ ബാബു എന്ന് പറഞ്ഞു. കക്ഷി നാട്ടിലില്ല. അപ്പം ഇവിടെ വന്നു 4 മണിയായപ്പം തിരിച്ച് 4-5 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ പോയിക്കൊള്ളാം എന്നുള്ള ഇതിലായി നിന്നത്. അത് തൊട്ട് ഈ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ നടുവത്തെ അവിടെ വീട്ടിൽ നിന്നാണ് കയറി വരുന്നത്. അവരാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് കയറി വന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് 7 മണി ആയിട്ടും പോകുന്നില്ല. ഇപ്പം സാറിന് വല്ലപ്പോഴൊക്കെ വരും, ഇതുപോലെ പോകുന്നതാണ്. ഇത് വന്ന് പോകാൻ പറഞ്ഞിട്ട് പോകുന്നുമില്ല, ഒന്നുമില്ല, ഇവിടെ ഇരിക്കുകയാണ്. അവശതയാണ്. എന്താ കാര്യങ്ങൾ പറയുന്നതൊന്നും അത്ര വ്യക്തതയല്ല, ഒന്നുമല്ല. ഷെഡിലാണ് ഞാൻ ഇപ്പം താമസിക്കുന്നത്. നമുക്ക് ഇതിപ്പം ശുശ്രൂഷിക്കാനുള്ള ഇതില്ല. തൊട്ടടുത്ത് മക്കളുമുണ്ട്, അവരെ കൊണ്ട് ഒക്കുന്ന കാര്യങ്ങളാണ്. അവർ 2 പേരും ഇപ്പം തിരിഞ്ഞു നോക്കുന്നതുമില്ല. ഞാനിത് പഞ്ചായത്ത് മെമ്പർ അശ്വതിയായിട്ട് ബന്ധപ്പെട്ടു. അശ്വതി അവരെ വിളിക്കുകയും ചെയ്തെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അവർ 7 മണിയാകുമ്പം അവർ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാമെന്നും പറഞ്ഞു. അതും കഴിഞ്ഞ് സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പിന്നെ പത്തരം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു. അവർ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. ഇന്നലെ കണ്ട് ഈ ചേട്ടനും അനിയനോട്ടുള്ള എന്തോ ഇതുള്ള ചേട്ടനെതിരെ കൊണ്ടുവന്ന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നു. അങ്ങനെ ചേട്ടനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചെന്നും പറയുന്നു. ഞാൻ ഈ കാര്യം പോലീസ് സ്റ്റേഷനോട്ട് സംസാരിച്ചു. രാത്രി ഇവിടെ കിടന്നു കഴിഞ്ഞാൽ മഞ്ഞുണ്ട്, മഴയാണ്, ചിലപ്പോൾ ഈ ആരോഗ്യസ്ഥിതി മോശമാണ്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര ഒരു വിഷമമാവും. അത് ഈ പറയുന്ന മക്കൾ ചിലപ്പോൾ നമുക്കെതിരെ തിരിയുകയും ചെയ്യും. നമ്മളിവിടെ വിളിച്ച് വരുത്തി ആഹാരം കൊടുത്തിട്ട് ഇവിടെ ഇട്ട് ഒരു ഇതാക്കി എന്നുള്ളൊരു ഇത് വരും. നമുക്കത് ഒക്കത്തില്ല. അതിനാണ് ഞാനിപ്പം ഈ മീഡിയയുടെ അടുത്തും ഞാനിപ്പം പത്തനാപുരം പോലീസ് സ്റ്റേഷനോട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തോ അർജൻറ്റ് കേസ് ഉണ്ടായതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഇനിയിപ്പം വരാമെന്ന് പറയുന്നുണ്ട്. ഇതാണ് സംഭവങ്ങൾ. പോലീസിനെ വിളിച്ചത് ഒരു 7:30 കഴിഞ്ഞപ്പോൾ മുതൽ വിളിക്കുക. വന്നിട്ടില്ല. മെമ്പറിനെ ബന്ധപ്പെടാൻ മെമ്പറും വിളിച്ച് സി ആയിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ അവിടെ ഒരു പെറ്റീഷൻ ചെന്ന് പറയുന്നു, സി പറയുന്നു അത് അറിഞ്ഞിട്ടില്ലെന്നും പറയുന്നു. എന്താണെന്ന് എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇത് അവസ്ഥയാണ്. കുറച്ച് നാളുകൊണ്ട് ഈ 2ാമത്തെ ആളാണ്, ആളുടെ വീട്ടിലാണ് അവർ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. അതും നമുക്കറിയാവുന്നൊരു വസ്തുതയാണ്. ഇന്ന് ഉച്ചയ്ക്കാണ് അവിടുന്ന് കയറി വരുന്നത്. ഇപ്പം തിരിച്ച് പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ വയ്യ. അവർ പറയുന്നത് ഒരു മകനല്ല, ഇവിടെ വേറൊരു മകനുണ്ട്. ഈ 2 പേരും തൊട്ടടുത്തടുത്ത് തന്നെ. അവർക്ക് 2 പേർക്കും ഉൾക്കൊള്ളാൻ ഒക്കത്തില്ല. ഇനി പിന്നെ നമ്മളെന്ത് ചെയ്യണം? നമ്മളത് അവരെ അഡോപ്റ്റ് ചെയ്യാനൊന്നും ഒക്കുന്ന പരിസ്ഥിതി അല്ല. കേരളം വളരെ മുന്നോട്ട് പോയി. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളർന്നു. സംസ്കാരവും വിദ്യാഭ്യാസവും കൊണ്ടുമൊക്കെ വളരെയധികം മുന്നോട്ട് പോയ മലയാളികൾ സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിൽ വളരെ അലംഭാവമാണ് കാണിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കാണും. ഏകദേശം 75 വയസ്സ് പ്രായമുള്ള പൊന്നമ്മ എന്ന അമ്മയ്ക്ക് 3 മക്കളാണുള്ളത്. രവിയും രാമചന്ദ്രനും ബാബുവും. അവർ വളരെ നല്ല രീതിയിൽ തന്നെ ജീവിച്ചു വരുന്ന ആളുകൾ തന്നെയാണ്. ഇപ്പോൾ സ്വന്തം അമ്മയെ ആര് നോക്കണമെന്ന തർക്കത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ അവിടുത്തെ പൊതുപ്രവർത്തകരായ ദീപുവും രാജേഷും രശാന്തും അടക്കമുള്ള ആളുകൾ വാർത്ത 24-ന് ഈ വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്
ഞങ്ങൾ രാത്രി ആ നിരപ്പുപുള എന്ന പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ ആ കോടതിയിലേക്ക് കടന്നു വരുന്നത്. ഞങ്ങൾ കടന്നു ചെല്ലുമ്പോഴുള്ള അവസ്ഥകളൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ കൂടെ കണ്ടു കാണും. മലയാളി എന്താണ് ഇത്തരത്തിൽ ആയത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളെല്ലാവരും പ്രായമാവും. അപ്പോഴും നമ്മളെ മക്കൾ ഇതുപോലെ നമ്മളോട് ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ പെരുമാറിയാൽ നമ്മൾക്ക് എന്തുമാത്രം വിഷമമാണ് ഉണ്ടാകുന്നത്. ഞങ്ങൾ കടന്നു ചെല്ലുമ്പോഴുള്ള അവസ്ഥ വളരെയധികം മോശകരമായിരുന്നു. കാരണം വെറും തറയിൽ ആ അമ്മ ഇങ്ങനെ കിടക്കുകയാണ്. ഈ വിഷയത്തിൽ പോലീസുമായി ബന്ധപ്പെട്ടും വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടും ആളുകൾ പറഞ്ഞിട്ട് പോലും വ്യക്തമായ രീതിയിൽ ഈ പരാതി പരിഹരിക്കാനായ യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ള വളരെ ദയനീയമായ ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ആ അമ്മ സ്വന്തം മക്കളുടെ വീട്ടിൽ നിന്നും തൊട്ടയൽവാസിയായ രാജേഷിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. രാജേഷ് ആ കാര്യങ്ങളൊക്കെ എല്ലാം നമ്മളോട് വിശദീകരിച്ചു. എന്നിട്ടും 7 മണിയോടുകൂടി പോലീസിനെ അറിയിച്ചിട്ടും പത്തനാപുരം പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. ഞങ്ങൾ വാർത്ത 24ന്റെ ആളുകൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പുതുപ്രധാനായ ദീപു പോലീസിനെ അറിയിച്ചപ്പോൾ മാത്രമാണ് ഏകദേശം 11:45 പത്തനാപുരം പോലീസ് വരികയും ഈ മക്കളുമായി സംസാരിക്കുകയും, പക്ഷേ അതിനൊരു കൃത്യമായ പരിഹാരം കാണാത്തതിന്റെ അടിസ്ഥാനത്തിൽ മൂത്ത മകനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നൊരു കാഴ്ച നമ്മൾ ദൃശ്യങ്ങൾ കണ്ടു കാണും. എന്തായാലും പോലീസിന്റെ ഒരു ഇടപെടലിന് കാരണം ആ അമ്മയെ അവരുടെ വീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കുകയും അവർക്ക് ഇന്നലത്തെ ബാക്കി കാര്യങ്ങളെപ്പറ്റി മക്കളുമായി കൂടി ആലോചിച്ച് നിയമ നടപടികളിലേക്ക് പോകുമെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഉറപ്പ് ആ നാട്ടുകാർക്കും നമുക്കും കിട്ടിയിരിക്കുന്നത്. എന്തായാലും മലയാളികളായ നമ്മൾ ഇതൊക്കെ കാണണം. എന്തായാലും പൊന്നമ്മയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിരപ്പുളയിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.